KPCC നേതൃമാറ്റത്തിൽ കരുതലോടെ നീങ്ങാൻ ഹൈക്കമാൻഡ്. സംസ്ഥാന കോൺഗ്രസിലും ചർച്ചകൾ തുടരുന്നു. അതിനിടയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച് കെ സുധാകരൻ രംഗത്തെത്തി. തന്നോട് ആരും അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറാൻ പറഞ്ഞിട്ടില്ലെന്നും സ്ഥാനം തുടരാൻ കഴിയാത്ത തരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നവും തനിക്കില്ലെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം KPCCയിൽ നേതൃമാറ്റ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. തലമുറമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്നാൽ നേതൃമാറ്റം ഉടനുണ്ടാകുമെന്നും സുധാകരന്റെ അനാരോഗ്യം തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് അധ്യക്ഷനെ മാറ്റാൻ ഒരുങ്ങുന്നതെന്നുമുള്ള വാർത്തകൾ തള്ളി സുധാകരൻ തന്നെ രംഗത്തെത്തി. ഒരു ചർച്ചയും നടന്നിട്ടില്ല. താങ്കളുടെ അനാരോഗ്യം ആണ് പ്രശ്നം? അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അനാരോഗ്യം ഉണ്ടെന്ന് കേസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല. മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിയാൽ പിന്നെ ആരെന്ന ചോദ്യത്തിന് നിലവിലുള്ളത് 2 പേരുകളാണ്. അതിൽ ഉയർന്നു കേൾക്കുന്ന ആദ്യത്തെ പേര് പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റോ ആന്റണിയുടേതാണ്. എന്നാൽ അധ്യക്ഷമാറ്റത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വെറും ഊഹാപോഹങ്ങളാണെന്നും അത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടന്നതായി അറിയില്ലെന്നുമായിരുന്നു ആന്റോയുടെ പ്രതികരണം. എനിക്കൊരു യാതൊരുവിധമായ അറിയിപ്പും ഇങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്തിമമായ തീരുമാനം എടുക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരറിയിപ്പും എനിക്കിത് സംബന്ധമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് പേരാവൂർ MLA സണ്ണി ജോസഫിന്റേതാണ്. പക്ഷെ മുൻതൂക്കം ആന്റോയ്ക്ക് തന്നെയാകുമെന്നാണ് വിവരം. അതേസമയം പുതിയ അധ്യക്ഷൻ ആരെന്ന പ്രഖ്യാപനം വൈകില്ലെന്ന സൂചനയാണ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും നിലപാട് വിഷയത്തിൽ നിർണായകമാകും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.